അങ്ങനെ കുറേ നാളുകൾ കൂടി ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ ഇപ്പോൾ ഉച്ചയൊക്കെ കഴിഞ്ഞു, പിള്ളേരെ സ്കൂൾ വിടുന്ന ആ ഒരു സമയമായിട്ടുണ്ട്, 3:30 3 മണി ആ ഒരു സമയമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പുറപ്പാടിലാണ്. അപ്പോൾ ഇന്നൊരു വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. എന്തോരം വീഡിയോ എടുക്കാൻ പറ്റുന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അതാ ഞാനങ്ങനെ എസക്കുട്ടൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും എന്നാൽ ചായ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കത്തില്ല, എപ്പോഴും കൂടെ ഉണ്ടാവും, എവിടെ ഇരിക്കത്തുമില്ല, നിൽക്കാനായില്ല, നിൽക്കും, അവൻ എഴുന്നേറ്റ് പിടിച്ച് നിൽക്കും, നടക്കാൻ ശ്രമിക്കുക, അപ്പോഴത്തേക്കും ഉരുണ്ട് വീണു. അത് കാരണം നമ്മൾ എപ്പോഴും പിടിച്ചോണ്ട് നിൽക്കണം, അവൻ്റെ പുറകിന് നടക്കണം, അവനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ. അപ്പോൾ അത് കാരണം പുതിയ പുതിയ ഓരോ ഐറ്റംസ് ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അത് നോക്കി ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരിക്കുമല്ലോ, ആ കിട്ടുന്ന 5 മിനിറ്റ് കൊണ്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ പെട്ടെന്നുള്ള പരിപാടികൾ ചെയ്യുന്നത് കേട്ടോ. ഒന്നും സമ്മതിക്കത്തില്ല, ഒരു പണി എൻ്റെ എടുക്കാൻ നടക്കുന്നില്ല ഇവിടെ. അപ്പോൾ ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അപ്പം ഞാൻ വേഗം കുറച്ച് നേരം ചിലങ്ക് കൊടുത്തിട്ട്, ഇതുവരെ ചിലങ്ക് കണ്ടിട്ടില്ല, അപ്പോൾ അത് കൊടുത്തിട്ട് ഞാൻ വേഗം ചായ ഇടാൻ പിള്ളേർ വരുമ്പോഴത്തേക്കെന്ന് വിചാരിച്ച് ഇങ്ങനെ ചായ ഇട്ടുകൊണ്ടിരിക്കുക. ആ പാത്രത്തിലേക്ക് ഒഴിച്ചതേ അവൻ്റെ വിധം മാറി, അവൻ അവിടെ നിന്ന് നീന്തി വലിഞ്ഞ് വരുന്നുണ്ട്, എൻ്റെ പുറകിനെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ശർക്കരയൊക്കെ കൊണ്ടുപോയിട്ട് അവൻ്റെ വായി വെച്ച് കൊടുത്തിട്ട് അവിടെ ഇരുത്തിയൊക്കെ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഓരോ സാധനങ്ങൾ ഇട്ട് കൊടുത്താണ് കുറച്ച് നേരമെങ്കിലും അവനെ അവിടെ ഇരുത്തുന്നത്. അപ്പോഴത്തേക്ക് ഇങ്ങനെ വലിഞ്ഞ് കയറി ഞാനിങ്ങനെ എടുത്തുകൊണ്ട് പോകണം. അപ്പം പിള്ളേർക്ക് ഞാനിത് ആ പാലൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്, പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം വിചാരിച്ചു എന്നാൽ നമുക്ക് ഉണ്ണിനും കുഞ്ഞാമിനെയും കൂട്ടാൻ വേണ്ടി പോകാമെന്ന്. അവരെപ്പോഴും പറയൂ കേട്ടോ, എസക്കുട്ടനെയും കൂടി ഞങ്ങളുടെ സ്കൂളിലേക്ക് ഞങ്ങളെ കൂട്ടാൻ വായോ എന്ന്. അപ്പം ഞാൻ അങ്ങനെ പോവാറില്ല, കാരണം ഇവനെയും കൊണ്ട് അവിടം വരെ നടന്ന് പോകണം. സ്കൂട്ടിയിലാണെങ്കിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഉരുണ്ട് വീഴും. എങ്ങനെ ബാഗിനകത്ത് ഇരുത്താൻ നോക്കിയിട്ടുണ്ടെങ്കിലും അവൻ അതിലൊക്കെ വലിഞ്ഞ് കയറി പിടിച്ച് മറിച്ചിടും, പിന്നെ വണ്ടിയും കൂടെ മറിക്കും അവൻ. അപ്പോൾ അത് നടന്ന് പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ ബാഗ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ബാഗിനകത്താണെങ്കിൽ നല്ല സുഖം, എനിക്കിങ്ങനെ എളി വെച്ചുകൊണ്ട് പോകണ്ടല്ലോ, അവനാണെങ്കിൽ നല്ല സുഖമായിട്ട് ഇരിക്കുകയും ചെയ്യാം. പക്ഷെ അവനത്ര ഇഷ്ടമൊന്നുമല്ല ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവനിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതായത് സാരല്ലേ, കുറച്ച് ദൂരമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ കങ്കാരു ബാഗിനകത്ത് അവനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നല്ല സുഖമായിട്ട്, അമ്മമാർക്ക് നല്ല സുഖമാണ്. ഫ്രണ്ടിലിരുത്തി കഴിഞ്ഞാൽ നമ്മുടെ പണിയൊന്നും നടക്കത്തൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കുമോ, അവർ നമ്മളെക്കാട്ടിലും ചെയ്യും. ബാക്കിൽ ഇരുത്തുവാണെങ്കിൽ സുഖമായിട്ട് നമ്മുടെ പണിയൊക്കെ നടത്തും. അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ, ഇന്ന് നല്ല വെയിലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. മഴയാണെങ്കിൽ അങ്ങനെ വരാറില്ല. അപ്പം നമ്മുടെ നല്ല വെയിൽ കണ്ടപ്പോൾ ഞാൻ എസക്കുട്ടനെയും കൊണ്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ ദേഷ്യമൊക്കെ വരാൻ തുടങ്ങിയായിരുന്നു, ഇങ്ങനെ ഇരുത്തി കയറി. പിന്നെ ചേച്ചിമാരെ കണ്ടപ്പോഴത്തേക്കും അവന് സന്തോഷമായിട്ടോ. ചേച്ചിമാരെ കണ്ടു കഴിഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ്, ഇത്രയും നേരം കാണാതിരുന്ന് കാണുന്നതല്ലേ. പിന്നെ ഉണ്ണീനോട് ഭയങ്കര ഒരു ബഹുമാനമാണ്, ഭയഭക്തി ബഹുമാനമാണ് ഉണ്ണി ചേച്ചിയോട്. കുഞ്ഞാമിയോടാണ് കളിയും ചിരിയും കച്ചറയും ഒക്കെ. അവളുടെ മുടി കണ്ട അപ്പ് വലിച്ച് പറിക്കും. ഇതൊക്കെയാണ് കുഞ്ഞാമീനോടുള്ള പരിപാടി. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇവർക്ക് സർപ്രൈസ് ആയിട്ടോ, അയ്യോ നിങ്ങൾ വന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് ഉണ്ണിക്ക് കുഞ്ഞാമിക്ക് ഭയങ്കര സന്തോഷമായി. എസക്കുട്ടനാണെങ്കിൽ ഇവരെ കണ്ടപ്പോഴത്തേക്ക് അതിലേറെ സന്തോഷമായി. പിന്നെ ഉണ്ണി ഇങ്ങോട്ട് എസക്കുട്ടനെ എടുത്തുകൊണ്ട് പോയി. പിന്നെ 2 പേരുടെ ബാഗ് എൻ്റെ മുതുകത്തായി. ഈ ബാഗ് എടുക്കുന്നതിനെക്കാട്ടിലും ഭേദം എസക്കുട്ടനെ ചുമക്കുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഉണ്ണിയുടെ ബാഗിന് എന്തൊരു വെയിറ്റാന്ന് ചോദിച്ചാണ്ടല്ലോ, ഭയങ്കര വെയിറ്റ്. അവൾ 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, പക്ഷേ എന്തൊരു വെയിറ്റാണോ, എനിക്കങ്ങ് ചുമക്കാൻ പറ്റില്ല. എനിക്കൊരു സൈഡ് വേദന എടുക്കുമായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഉണ്ണി എങ്ങനെ ഇത് ചുമന്നുകൊണ്ട് പോകുന്നത് ഞാൻ എന്നിട്ട് ഉണ്ണിയോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു കേട്ടോ. അത്രയ്ക്കും വെയിറ്റാണ് കേട്ടോ. എന്തിനീ പുസ്തകങ്ങൾ, ടൈം ടേബിളൊക്കെ ഉണ്ട്, പക്ഷേ ടൈം ടേബിൾ ഒരു ഭാഗത്തിരിക്കും, ഈ പിള്ളേർ എല്ലാ പുസ്തകവും എല്ലാ ദിവസവും ചുമന്നുകൊണ്ട് പോകണം. അതൊക്കെ എന്ത് പരിപാടിയാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പിള്ളേരെയും കൂട്ടി വീട്ടിൽ വരുമ്പോഴത്തേക്കാണ് വാട്ടർ ബോട്ടിലൊക്കെ ഇങ്ങനെ നിലത്ത് കൂടെ ഉരുട്ടി വിട്ടാണ്, അതൊക്കെ വെയിറ്റാന്ന് പറഞ്ഞ് ചുമന്നുകൊണ്ട് വരാൻ പറ്റാഞ്ഞിട്ട് അവരിങ്ങനെ ഉരുട്ടി വിട്ടിട്ടൊക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര കൊതുകാണ് കേട്ടോ. അപ്പോൾ അത് കാരണം എങ്ങനെയൊക്കെയോ ഓടിപ്പടഞ്ഞ് ഞങ്ങളിവിടെ എത്തി. ഭയങ്കര താമസമായിരുന്നു എനിക്ക് ആ ബാഗും കൊണ്ട് ചുമന്നുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിള്ളേരെ സമ്മതിക്കണം ഈ ബാഗൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നവരെ. അങ്ങനെ ഇതാ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാലൊക്കെ ഒന്നും കൂടെയൊക്കെ ചൂടാക്കി കൊടുത്തു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ചായ കുടിച്ചു. എസക്കുട്ടനാണെങ്കിൽ കുറുക്ക് ആ വക സാധനങ്ങൾ പിള്ളേർക്ക് കൊടുക്കുന്ന ഒന്നും അവന് ഇഷ്ടമല്ല. വലിയവർ കഴിക്കുന്ന എന്താണോ അതാണ് അവനിഷ്ടം. എന്നാൽ ഇഷ്ടത്തിന് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവന് ചിലത് മാത്രം, അവന് കുറച്ച് എരിയും പുളിയോ അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇഷ്ടം. ചോറൊക്കെ ഇങ്ങനെ വാരി കൊടുത്താൽ ഒരു 2 വാ മാത്രമേ കഴിക്കത്തുള്ളൂ കേട്ടോ. എന്നാൽ പഴം കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തപ്പോഴത്തേക്ക് അവൻ തുപ്പും, ഞാൻ വായി വീണ്ടും വെച്ച് കൊടുക്കും, അവൻ തുപ്പും, ഞാൻ വീണ്ടും വെച്ച് കൊടുക്കും. അങ്ങനെയൊക്കെ കുറച്ച് പഠിത്തമൊക്കെ കഴിഞ്ഞ് കുളിപ്പീരൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ കുരിശ് വരയ്ക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഫുഡിന് കപ്പയും കുറച്ച് ബീഫല്ല പന്നിയായിരുന്നു തോന്നുന്നു ഉണ്ടായിരുന്നു. പിന്നെ കടച്ചക്ക കറി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുട്ട ഇങ്ങനെ പിരി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു. കഴിഞ്ഞ് പിന്നെ കുരിശ് വരയ്ക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് കുരിശ് വരയ്ക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരും വിളിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇവിടെ കുരിശ് വരയ്ക്കലൊന്നും നടക്കുകയില്ല, ഓരോരുത്തർ അവിടെ ഇരുന്ന് ഉറങ്ങും. പിന്നെ കുറേ പേര് ഇവിടെ കച്ചറ, ബൈബിളിൻ്റെയൊക്കെ കോലം കണ്ടില്ല, വലിച്ച് പറിച്ചെടുത്തിട്ട് ഒക്കെ നശിപ്പിച്ച് വെച്ചേക്കാണ് കേട്ടോ. അവൻ അടങ്ങിയിരിക്കത്തില്ല, എല്ലാ സാധനവും വലിച്ച് പറിക്കും കേട്ടോ. പിന്നെ അവിടെയൊക്കെ കിടക്കുന്നത് ആരും നോക്കണ്ട, കാരണം
പിള്ളേർ വലിച്ച് പറക്കിയിടുന്ന. ഉണ്ണി ഒരു സൈഡിൽ കൂടെ ബുക്കൊക്കെ നിരത്തും, കുഞ്ഞാമി ഇപ്പുറ സൈഡിൽ കൂടെ നിരത്തും, എസക്കുട്ടനാണെങ്കിൽ ഫുള്ള് നിരത്തും. അതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ പരിപാടി. പിന്നെ ഞാനൊന്നും പറയത്തില്ല, പിള്ളേർ എന്തെങ്കിലും കാണിക്കട്ടെ. ഇതൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വാ കഴയ്ക്കാൻ തുടങ്ങി. സത്യത്തിൽ പറഞ്ഞാൽ ഒന്നും അനുസരിക്കുന്നില്ല. പിന്നെ ഞാനിങ്ങനെ കിടന്ന് ചലിച്ചുകൊണ്ടിരിക്കുക, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കാണിക്കട്ടെ, പിള്ളേരായിരിക്കുമ്പോഴല്ലേ ഇതൊക്കെ ഇങ്ങനെ വലിച്ചു വാരിയിടുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അവർ വലുതായി കഴിയുമ്പോൾ ഇതൊക്കെ കറക്റ്റ് സ്ഥലത്ത് ഇരിക്കും. പിന്നെ അതൊന്നും പറയേണ്ട ആവശ്യമില്ല, പിള്ളേരെ എന്തെങ്കിലും കാണിക്കട്ടെ എന്നൊക്കെ ഞാൻ വിചാരിക്കും കേട്ടോ. പിന്നെ അങ്ങനെ ഒരു വിധത്തിൽ കുറച്ച് ഭാഗം മാത്രമേ കുരിശ് വരച്ചുള്ളൂ. അപ്പോഴത്തേക്കും നമ്മൾ നിർത്തിയിട്ട് പിന്നെ എൻ്റെ ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അതിനും ഇവ സമ്മതിക്കുന്നില്ല. അവൻ മെഴുതിരി കത്തിക്കുമ്പോഴത്തേക്കും മെഴുതിരി ഇപ്പോൾ കയറി പിടിക്കുന്നു, തീ വേണം, ഊതാൻ സമ്മതിക്കുകയില്ല. എന്തൊക്കെ പരിപാടിയും ബഹളാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഓരോ ദിവസം എങ്ങനെ തീരുന്നു എന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. അങ്ങനെ എന്താ രാവിലെ എഴുന്നേറ്റിട്ട് വൈകുന്നേരം വരെ ചെയ്യുന്നതെന്നൊന്നും ഒരു അഡ്രസ്സും ഇല്ല. കാരണം എന്തൊക്കെയോ ചെയ്യുന്നു. കൂടുതൽ നേരം ഇവനെയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നു. നമ്മൾ ചെയ്യുന്ന പണി ആര് നോക്കിയാലും എന്താ നീ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കും. ഒന്നും കാണാനുമില്ല. അത് നമ്മൾ എന്തോരം പണിയെടുക്കുന്നുണ്ടെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. പണിയിട്ട് കാണുകയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. മക്കളുള്ള അമ്മമാർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാനിതാ പിള്ളേരെയൊക്കെ കിടത്തി ഉറക്കി. കുഞ്ഞാമിയും കുറച്ച് നേരത്തെ കിടന്നുറങ്ങും. കാരണം അവർക്ക് രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, സ്കൂളിൽ പോകുന്നതുകൊണ്ട് ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ചില ദിവസം എസക്കൂട്ടൻ കിടന്നുറങ്ങുമ്പോൾ 12 മണി, ചില ദിവസം 1 മണി, ചില ദിവസം 2 മണി, അങ്ങനെ അവന് തോന്നുന്ന സമയത്തൊക്കെ അവൻ കിടന്നുറങ്ങുന്നത്. അപ്പോൾ കിടത്തി ഉറക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് വേഗം വന്നതൊക്കെ ഒന്ന് പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ നിരത്തിയ സാധനങ്ങളെല്ലാം പെറുക്കി വെക്കുക. അടിച്ച് തുടയ്ക്കണമെന്നും കൂടെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് എനിക്ക് വയ്യാണ്ടായി കേട്ടോ. പിന്നെ പെറുക്കി വെച്ചാൽ മാത്രം മതി, ഇനി നാളെ നിരത്താനുള്ളതല്ലേ എന്ന് വിചാരിച്ചു ഞാൻ. അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ പെറുക്കി അവിടെ വെക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവർ രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഇതെല്ലാം വീണ്ടും നിരത്തും. പിന്നെ എല്ലാം വലിച്ച് വാരിയിട്ട് അവൾ സ്കൂളിൽ പോകും. അത് കഴിഞ്ഞ് പിന്നെ അവർ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഞാൻ ഇവിടെ എല്ലാം വൃത്തിയാക്കി അടുക്കി പെറുക്കി വെക്കും. പിന്നെ ഇവർ തിരിച്ച് വന്ന് കഴിയുമ്പോഴും പിന്നെ അവൻ എഴുന്നേൽക്കുമ്പോഴും വീണ്ടും ഇതെല്ലാം നശിപ്പിക്കും. ഇതാണ് ഇവിടുത്തെ സ്ഥിരം പരിപാടി. എങ്ങനെയാണ് ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, കഴിക്കുന്നുമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും വീട്ടിൽ നടക്കുന്നില്ല. ഇവനെ എടുത്തുകൊണ്ട് ഈ നടക്കലാണ് പരിപാടി. ഇതെല്ലാം അടുക്കി പെറുക്കി വെച്ചപ്പോഴത്തേക്കും ഉണ്ടല്ലോ എനിക്ക് ഒട്ടും വയ്യാണ്ടായി, തലവേദന എടുക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് പിന്നെ കൊച്ചിനെ അവിടെ കിടത്തിയേക്കുള്ളൂ എന്ന് വിചാരിച്ച് വേഗം ചാടി എഴുന്നേറ്റ് വീണ്ടും കട്ടിലേ പോയി കിടന്നുറങ്ങി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ.